എടാ നടരാജ, ഈ പറയണമെന്ന് അങ്ങോട്ട് മനസ്സിലാക്ക്. എടാ ഭാരവാഹിത്വം എന്ന് പറയണത് അത് ചുമ്മാ അത് ഇങ്ങനെ അവിടെ ഇവിടെ നമ്മൾ ആളെ വെച്ച് അങ്ങനെ പിടിച്ചിരുത്തണല്ല പരിപാടി. എടാ മേൽഘടകമുണ്ട്, മേൽഘടകം കൂടും. മേൽഘടകം കൂടിയിട്ടാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഈ കടന്ത കൂട് കൊടുക്കണം. എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. ഈ പാർട്ടി ഇത് വരുമ്പോൾ മാത്രം സ്ഥാനത്തിന് മാത്രം നിന്നാൽ പോരാ. നീ ഇലക്ഷൻ പ്രചരണത്തിന് എത്ര ദിവസം നീ വന്നു? പകുതി ദിവസവും നീ മുത്തുലക്ഷ്മി കൊണ്ട് തമിഴ്നാട്ടിൽ പോയി. എനിക്കൊരു സംശയമുണ്ട്, തമിഴ്നാട്ടിൽ എങ്ങനെ മുത്തുലക്ഷ്മി ഇലക്ഷൻ നിൽക്കണുണ്ടാകും. ആ എന്നിട്ട് നീ 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 സംസാരം വേണ്ട. നീ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കും. ആ വെച്ചേരാ. ഓ ഗുഡ് നൈറ്റ്. പാർട്ടിയുടെ ഭാരവാഹിത്വം എനിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം തന്നെ തരണം. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. പ്രസിഡന്റ് വേണോ, സെക്രട്ടറി വേണോ, അതോ ട്രഷറർ വേണോ? ഏത് വേണം? ട്രഷറർ ആയാൽ മതി. കൈയിട്ട് വരാലോ. അല്ലെ മൂന്നും കൂടെ എടുത്തോടാ. ട്രഷറാക്കാന്ന് പറഞ്ഞു. അതെന്താ ചിരി? എനിക്കിട്ടുള്ള ആക്കി ചിരിയാണല്ലോ അത്. നീ കോമഡി പീസ് ആണ്, നിനക്ക് അറിഞ്ഞൂടെ? പക്ഷെ നിനക്കത് മനസ്സിലാവണ്ടല്ലോ. അതല്ലേ മനസ്സിലാവുന്നുണ്ട്. അല്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന നടരാജൻ, ഇവന് പാർട്ടി സെക്രട്ടറി ആവാൻ നടക്കുന്ന റൊണാൾഡ്. എനിക്ക് അങ്ങനെ സെക്രട്ടറി ഒന്നുമല്ല, ഒരു ഉത്തരവാദിത്തം വേണം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് DDTയിലുള്ളത്. എങ്ങനെ പിന്നെ ഈ പാർട്ടി നന്നാവും? ഹലോ ഒന്ന് ജയിച്ചു എന്ന് വെച്ചിട്ട് അടച്ചാക്ഷേപിക്കണ്ട. ഈ ജയവും തോൽവിയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് ശരി അങ്ങനെയൊന്നും പറയണ്ടേ. നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കും എന്തെങ്കിലുമൊക്കെ. ഞങ്ങള് ഭരണത്തിൽ കേറിയല്ലേ ഉള്ളൂ, കാണിച്ചു തരാം. 5 വർഷവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങള് പ്രവർത്തിച്ച് കാണിച്ചു തരാം. എന്തായാലും ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വരില്ല ഞങ്ങൾ. എന്റെ പൊന്നെ, ഇനി അതും പറഞ്ഞ് ഇനി ഇടി തുടങ്ങാം. പഞ്ചായത്തിൽ പോയിട്ട് മത്സരിക്കും, ഇവിടെ കിടന്ന് തർക്കിക്കാൻ. പിടിച്ചു പറിക്കുള്ളൂ, നിങ്ങൾ കൈയിട്ട് വരൂല. അത് നിങ്ങളുടെ DDTയുടെ സ്വഭാവം. രാത്രിയില് അൻസാർക്കാണ്. ഇതാടാ ചന്ദ്രേട്ടൻ ചേട്ടൻ പൈസ വരുന്നത്. അത് തന്നെ. തങ്കവും ഗ്ലീറ്റസും കൂടെ എൻ്റെ വീട് വരെ ഒന്ന് വരണം. ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്? അല്ല, തങ്കം പറഞ്ഞത് കേട്ടിട്ടാണ് എൻ്റെ ഭാര്യ മക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ പിണങ്ങിപ്പോയി നിൽക്കണത്. അപ്പൊ നിങ്ങൾ വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവരെ. ഞാൻ എന്ത് പറഞ്ഞു? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞു. നിങ്ങൾ കള്ളുപിടിച്ച് നടന്നിട്ടല്ലേ? അല്ല, ഞാൻ ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതോടുകൂടി ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തി. പിന്നെ വല്ലപ്പോഴും ഇല്ല, ഇപ്പം അതും നിർത്തി. അതുകൊണ്ട് ക്ലീറ്റസ് ഒരു കാര്യം ചെയ്യണം. ക്ലീറ്റസ് എനിക്ക് തരാനുള്ള 5000 രൂപ തരണ്ട. പക്ഷെ രണ്ടുപേരും കൂടെ ഒന്ന് വന്ന് അവിടെ വന്നൊന്ന് പറയണം. കള്ളു കുടിക്കണം, നിങ്ങൾ കള്ളു കുടിക്കൂലെന്ന് വന്ന് പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇല്ല ക്ലീറ്റസ്, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പിണങ്ങിപ്പോയി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് ക്ലീറ്റസിന് മനസ്സിലാവുമായിരിക്കുമല്ലോ. ക്ലീറ്റസ് ഒന്ന് വരണം. ഇവർക്കൊന്നേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു കുടുംബനാഥന്റെ, ഒരു ഗ്രഹനാഥന്റെ, ഒരു ഭർത്താവിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കറിയും. നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടാനായിട്ട് നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെടണുണ്ടല്ലോ. അന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവല്ലോ കുടുംബബന്ധങ്ങളുടെ വിലയൊന്നും ഇവർക്ക് അറിഞ്ഞില്ല. അപ്പൊ ക്ലീറ്റസ് ഒന്ന്, നീ വിഷമിക്കണ്ട. നിന്റെ കുടുംബ പ്രശ്നം പരിഹരിച്ച് നിന്നെയും ഭാര്യയും കൂടെ ഒരുമിപ്പിക്കാൻ ഏത് പാതിരാത്രി ഞാൻ വരൂടാ. അത് മതി, അത് മതി. ഇത് ഉള്ളിന്ന് പറയണ കേട്ടോ ചന്ദ്ര. നമ്മളെ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അത് ഇവർക്ക് അറിയില്ലല്ലോ. അറിഞ്ഞൂടാ. കുറച്ചൊക്കെ മനുഷ്യത്വം വേണോടോ. വാ ചന്ദ്ര, 5000 ഞാൻ തരും കേട്ടോ. അത് വേണ്ട ക്ലീറ്റോ. എന്നാ വേണ്ടെങ്കിൽ വേണ്ട, വണ്ടി എടു പെട്ടെന്ന് പോവാ. പാവൻ ചന്ദ്രൻ അടുത്ത 5000 പോകും.